അങ്ങനെ 2024 നമ്മുടെ പാവപ്പെട്ടവന്റെ IAS എന്നൊക്കെ അറിയപ്പെടുന്ന LDC പരീക്ഷയും അതുപോലെ തന്നെ LGSന്റെ പരീക്ഷയും വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചെയർമാന്റെ തുക്ലക് പരിഷ്കാരമായിരുന്ന പ്രിലിംസ് പരീക്ഷ മാറ്റിക്കൊണ്ട് ഒറ്റ പരീക്ഷയാക്കിക്കൊണ്ടാണ് നിലവിൽ LDCയുടെയും LGSന്റെയും പരീക്ഷ വരാനായിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഒരു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഏറ്റവും പെട്ടെന്ന് അടിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും നല്ല അവസരങ്ങൾ തന്നെയാണ് കേരള PSC നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെക്കാനായിട്ട് പോകുന്നത്. അപ്പൊ LDC പരീക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ൽ കൂടുതൽ വേക്കൻസികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. LGS പരീക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 8,000-ൽ കൂടുതൽ വേക്കൻസികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ LDCയുടെ കട്ട് ഓഫ് എങ്ങനെയാണ്, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ വിജയ സാധ്യത കൂടും, അപ്പോൾ ഓരോ ജില്ലയിലും എത്ര ആൾക്കാരെ വെച്ച് എടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും LGS പരീക്ഷ അല്ലെങ്കിൽ LDC 2024 പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ LDC പരീക്ഷയും LGS പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് കൂടി മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കടക്കാം. LDC പരീക്ഷ, LGS പരീക്ഷ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ LDC പരീക്ഷയുടെയും LGS പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് ഈ മാസം എന്ന് പറയുമ്പോൾ നവംബർ 30-ന് കേരള PSC പറഞ്ഞതനുസരിച്ച് നവംബർ 30-ാം തീയതി തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ LDCയുടെയും LGSന്റെയും നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് ജനുവരി 1-നാണ് കേട്ടോ. അപ്പൊ നോട്ടിഫിക്കേഷൻ നവംബർ 30-ന് വരും. പരീക്ഷാ തീയതി ജനുവരി 1-ാം തീയതി 2024 നിങ്ങളെ കാത്തിരിക്കുന്ന ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നെ ജനുവരി 1-ാം തീയതി എന്ത് ചെയ്യുന്നു, നമ്മുടെ LGSന്റെയും LDCയുടെയും എക്സാമിനേഷൻ ഡേറ്റ് കേരള PSC ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 24-ല് ഈ പറയുന്ന LDCയുടെയും LGSന്റെയൊക്കെ LDCയുടെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് 2025 ഓഗസ്റ്റ് 1-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് വരുമെന്ന് തന്നെ കേരള PSC ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2024 ജനുവരി 3 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, LDC 2024 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ എന്തായാലും നവംബർ 30-ന് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ LGSന്റെ എക്സാമിനേഷൻസും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. LGSന്റെ എക്സാമിനേഷൻസും 2024 എക്സാമിനേഷൻ വരുന്നു. 2025 ജൂലൈ 18-ന് എന്ത് ചെയ്യുന്നു, LGSന്റെയും റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. LDC എക്സാമിനേഷൻ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ആദ്യത്തെ ഫീച്ചർ ആയിട്ട് ഇപ്പോൾ വരുന്നത് നമ്മുടെ ഇരട്ട പരീക്ഷ അല്ലെങ്കിൽ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമുക്ക് നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ യോഗ്യത നമുക്കറിയാം, SSLC യോഗ്യത അല്ലെങ്കിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് കഴിയും, നമ്മൾ ഈ പറയുന്ന LDC അതുപോലെ തന്നെ LGS പരീക്ഷ, LGSന്റെ ആകുമ്പോഴത്തേക്കും അത് 7ാം ക്ലാസ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉള്ളവർക്ക് LGSലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ LDCയുടെ പ്രായപരിധിയായിട്ട് വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, LGS അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 5 വർഷത്തിന്റെ ഒരു റിലാക്സേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ LDCയുടെ നിയമനം എന്ന് പറയുന്നത് 10,000-ൽ കൂടുതലാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 10,000-ൽ കൂടുതൽ വേക്കൻസികൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാനായിട്ട് 10,000-ൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഓരോ ജില്ലയിലും ഏകദേശം 1000-ഓളം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ തന്നെ ഏകദേശം 10-14,000 വേക്കൻസികൾ അവിടെ തന്നെ വരുന്നുണ്ട്. എന്തായാലും 10,000 വേക്കൻസി നമുക്ക് എന്ത് ചെയ്യാം, LDC പരീക്ഷയിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. LGSന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 7ാം ക്ലാസ് യോഗ്യതയുള്ളവർ 7th ക്ലാസ് അല്ലെങ്കിൽ 7th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, LGS എക്സാമിനേഷൻ ആണ്. ഇപ്രാവശ്യം ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 8,000-ൽ കൂടുതൽ വേക്കൻസികളാണ് നമ്മുടെ LGS എക്സാമിനേഷൻസിലേക്ക് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ന് പറയുമ്പോൾ പട്ടികജാതി SC ST അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷനും എന്ത് ചെയ്യാൻ കഴിയും, LGS എക്സാമിനേഷന് കഴിയാനായിട്ട് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് LDCയുടെയും LGSന്റെയും എക്സാമിനേഷന്റെ ക്ലാസ് കോഴ്സ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറയുന്ന നവംബർ 30-ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ ചാനലിൽ നമ്മൾ LGSന്റെയും LDCയുടെയും കോഴ്സ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളും ബാക്കിയുള്ള ഓൺലൈൻ കോഴ്സുകളും ഈടാക്കുന്ന പോലെ വലിയ ഫീസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ LDCയുടെയും അതുപോലെ തന്നെ LGSന്റെയും ക്ലാസ്സുകൾ ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ LDC 2024 നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ആയിട്ട് വരുന്ന എത്ര രൂപയാണ്? 200 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് LDCയുടെയും LGSന്റെയും കോഴ്സുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും 200 രൂപയാണ് നമ്മുടെ LDC 2024ന്റെ പേയ്മെന്റ് കോഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പേയ്മെന്റ് നിങ്ങൾ നടത്തേണ്ടത് ഏത് നമ്പറിലേക്കാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സൈസിന്റെയും ക്ലാസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന 9916616962 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യുക. ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേ നമ്പറിൽ തന്നെ പേയ്മെന്റ് ചെയ്യുക, ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസംബർ 1 കേട്ടോ. അപ്പൊ ഡിസംബർ 1 നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ ഇതിനകത്തുള്ള ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിൽ കൊടുക്കുന്ന സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ PDF നോട്ടുകളും മെറ്റീരിയൽസും ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ഗ്രൂപ്പിനകത്തായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിന് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ ഈ പറയുന്ന LDC അതുപോലെ തന്നെ LGS എക്സാമിനേഷൻസ് എഴുതുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. 200 രൂപ മാത്രമേ ഇതിന്റെ പേയ്മെന്റ് ആയിട്ട് വരുന്നുള്ളൂ. നമുക്ക് നിലവിൽ ഇപ്പോൾ എക്സൈസിന്റെയും അതുപോലെ തന്നെ ഫയർമാന്റെയും ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വളരെ വിജയകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഫയർമാന്റെ ക്ലാസ്സുകൾ ഏകദേശം ഒരു 80% അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സൈസിന്റെ ക്ലാസിന്റെ ഡേറ്റ് വരാത്തതുകൊണ്ട് ചെറിയൊരു സ്ലോ പേസ് വെച്ചാണ് പോകുന്നത്. പക്ഷെ എക്സൈസ് നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞ ടൈമിനകത്ത് തന്നെ എക്സൈസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്, LDC LGSന് വേണ്ടിയിട്ടുള്ള സമയമാണ്. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ പറയുന്ന LGSന്റെ നിയമന സാധ്യത എന്ന് പറയുന്നത് 10,000 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ LD ക്ലർക്കിൻ ലിസ്റ്റിൽ നിന്നും 10,000-ലേറെ പേർക്കാണ് ഇപ്രാവശ്യം നിയമനം പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത്. 2025 ജൂലൈ 31 വരെ കാലാവധിയുള്ള നിലവിലെ ലിസ്റ്റിൽ നിന്ന് 5,278 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. 5,000 പേർക്കെങ്കിലും ഇനിയും സാധ്യതയുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും ഏകദേശം 5,000-ഓളം പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഇനിയും എന്ന് പറയുമ്പോൾ 2025 ഇതിന്റെ ഡേറ്റ് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധി തീരാനായിട്ട് പോകുന്നത് 2025 ജൂലൈ 31 കേട്ടോ. ജൂലൈ 31. അപ്പൊ ഇനിയും 5,000 പേർക്ക് അതിനകത്തും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഏകദേശം 10,000 വേക്കൻസികൾ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ LDCയിൽ നിന്നും കവർ ചെയ്യാനായിട്ടും പോകുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന 2025 വരുമ്പോഴത്തേക്കും നമ്മുടെ കഴിഞ്ഞ LDCയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോഴത്തേക്കും ഏകദേശം 10,000 പേർക്ക് LDCക്കകത്ത് നിന്ന് ജോലി കിട്ടും. അപ്പൊ ഇനി വരുന്ന LDCയിലും ഏകദേശം 10,000-ഓളം വേക്കൻസികൾ ഇനിയും ഉണ്ട്. കാരണം ഓരോ ജില്ലയിലും ഏകദേശം 1,000-ഓളം വേക്കൻസികളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജില്ലയിൽ എന്തെങ്കിലും കുറഞ്ഞാൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ബാക്കിയുള്ള ജില്ലകളിൽ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏതൊക്കെ ജില്ലയിൽ എത്ര പേർക്കുള്ള നിയമന ശുപാർശ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് LGSന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതേ കേസ് തന്നെയാണ്. പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവത്തില്ല. 7ാം ക്ലാസ് ആണ് അതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? LGSലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ +2 ITI ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ കൊടുക്കാന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ EWSന്റെ റിസർവേഷൻ ഉണ്ടെങ്കിലും ഇവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അർഹിക്കുന്നില്ല. അപ്പോൾ എന്തായാലും EWS റിസർവേഷൻ ഉണ്ടാവും. പക്ഷെ EWSകാർക്ക് ഏജ് റിലാക്സേഷൻ ഈ പറയുന്ന LGSനും അതുപോലെ തന്നെ LDC പരീക്ഷയ്ക്കും ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. EWSന്റെ റിസർവേഷൻ കിട്ടും നിങ്ങൾക്ക്, പക്ഷേ അത് ഏജ് ലിമിറ്റിനെ അത് ബാധിക്കത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ പറയുന്ന LDC എക്സാമിനേഷന്റെ വിജ്ഞാപനം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് നവംബർ 30 നമ്മുടെ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസംബർ 1 മുതലാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത ദിവസം മുതൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇത്തവണ പ്രിലിമിനറി പരീക്ഷ ഇല്ല, അതിന് പകരം ഒറ്റ പരീക്ഷയാണ് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ പരീക്ഷകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഒരു അനലൈസിസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അപേക്ഷകൾ ഏകദേശം 18 ലക്ഷത്തോളം കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും 15 ലക്ഷം പേരെങ്കിലും ഇതിനകത്ത് അപേക്ഷിക്കും. ഈ അപേക്ഷിക്കുന്ന 15 ലക്ഷം പേരിൽ ഏകദേശം 5 ലക്ഷം പേര് എന്ത് ചെയ്യത്തില്ല? കൺഫർമേഷൻ കൊടുക്കാതെ പോവും. അപ്പൊ എന്തായാലും നമുക്കൊരു 10 ലക്ഷം പേരുടെ എന്ന് പറയുമ്പോൾ 1 മില്യൺ ആൾക്കാരുടെ
കോമ്പറ്റീഷൻ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ കഴിയും. ഇതിനകത്ത് പറയുന്നത് LD ക്ലർക്കിന്റെ അപേക്ഷകരിൽ നിന്ന് 5 ലക്ഷം പേരാണ് കഴിഞ്ഞ തവണ കൺഫർമേഷൻ നൽകാതിരുന്നത്. അങ്ങനെ 17 ലക്ഷം പേര് അപേക്ഷിച്ചതിൽ നിന്നും 12 ലക്ഷം പേരാണ് എന്ത് ചെയ്തത്, കൺഫർമേഷൻ നൽകുന്നത്. ഈ കൺഫർമേഷൻ നൽകുന്നതിൽ തന്നെ ഏകദേശം 2 ലക്ഷം പേര് പരീക്ഷ എഴുതാനായിട്ട് പോകത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏകദേശം 10 ലക്ഷം പേരുടെ പരീക്ഷയായിരിക്കും നമുക്ക് 10 ലക്ഷം പേരുടെ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന LGS അല്ലെങ്കിൽ LDC എക്സാമിനേഷനകത്ത് നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഓരോ ജില്ലകളുടെയും കഴിഞ്ഞ 4 തവണത്തെ LDC പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാൻ കഴിയും 2019 അത് 17 ലക്ഷമായിരുന്നു, 16 17 ലക്ഷമാണ്, 2013 15 ലക്ഷം, 2010 13 ലക്ഷം പേരുടെ പരീക്ഷയാണ്, 13 ലക്ഷം പേരാണ് ഇതിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് നോക്കേണ്ടത് നിയമന ശുപാർശയുടെ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന ശുപാർശ നോക്കുമ്പോഴത്തേക്കും ഇതുവരെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു 2025 വരെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് കാലാവധി എന്ന് പറയുന്നത് 2025 വരെയാണ്. നിലവിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 585 പേർക്ക്, കൊല്ലം ജില്ലയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് എത്ര പേർക്കാണ്, 407 പേർക്ക്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 300 പേർക്കാണ്, 324 പേര്, ആലപ്പുഴയിൽ നിന്ന് 331 പേര്, കോട്ടയം ജില്ലയിൽ നിന്ന് 332 പേര്, നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് 288 പേര്, എറണാകുളം ജില്ലയിൽ നിന്ന് 543 പേര്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 463 പേര്, പാലക്കാട് 390, മലപ്പുറം 509, കോഴിക്കോട് 340, വയനാട് 199, കണ്ണൂര് 406, കാസർഗോഡ് 181. ആകെ മൊത്തത്തിൽ 5200 പേർക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ പോയിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് 585 പേർക്കാണ് നിയമന ശുപാർശ പോയത്. ഏറ്റവും കുറവ് പോയിട്ടുള്ളത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് പോയിട്ടുള്ളത്. 181 വേക്കൻസികൾ മാത്രമാണ്, അല്ലെങ്കിൽ നിയമന ശുപാർശ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഈ നിയമന ശുപാർശ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഓരോ ജില്ലയുടെയും കട്ട് ഓഫിന്റെ കേസ് കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ LDCയുടെ കട്ട് ഓഫ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ LDCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.67 ആണ് കേട്ടോ. 52.67 ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. കാസർഗോഡ് ജില്ലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51.33 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 51.33 ആയിരുന്നു. അതുപോലെ തന്നെ വയനാടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വയനാടിന്റെ കട്ട് ഓഫിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50.67 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ല കേട്ടോ, കണ്ണൂരിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ടായിട്ട് എഴുതുന്നതാണ്. കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55.33 ആയിരുന്നു കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ്. ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48.67 ആണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. കോട്ടയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്താണെങ്കിൽ 54.67 ആണ് കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കേണ്ട തൃശ്ശൂർ കേട്ടോ. തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കിയാൽ 55.33 ആണ് തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55.33 ആണ്. കൊല്ലത്തിലാണെങ്കിൽ 54.67 ആണ് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അടുത്ത് നമുക്ക് പാലക്കാടിന്റെ കേസ് നോക്കാം. പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്, പാലക്കാട് ജില്ലയില് 54 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇടുക്കി ജില്ല ഇടുക്കിയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 49 ആണ്. ഇടുക്കിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 49 ആണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല. അപ്പൊ കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.33 ആയിരുന്നു. 54.33 ആയിരുന്നു കോഴിക്കോട് ജില്ല. അപ്പോ എറണാകുളം ജില്ലയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 53 ആയിരുന്നു. എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആയിരുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട കേട്ടോ,
പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 53 മാർക്കായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ്. അപ്പൊ ഈ ഒരു റേഞ്ചാണ് നമ്മുടെ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന LDC എക്സാമിനേഷൻസിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് ഈ പറയുന്നതാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആയിരുന്നു. മലപ്പുറം ജില്ലയും 53 ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ പറയുന്ന രീതിയാണ് നമ്മുടെ LDCയുടെ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഏത് ജില്ലയിൽ നോക്കാൻ പറ്റും, 55 റേഞ്ചാണ് ആ ഒരു കട്ട് ഓഫ് വരുന്നത്. കണ്ണൂര്, അതുപോലെ തന്നെ തൃശ്ശൂര്, കൊല്ലത്തൊക്കെ 54 പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50-55 ആ ഒരു റേഞ്ച് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. ഇപ്രാവശ്യം കട്ട് ഓഫ് റേഞ്ച് എന്തായാലും കൂടുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അതില് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കട്ട് ഓഫ് നല്ല രീതിയിൽ തന്നെ കൂടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വെച്ച് നമുക്ക് ഇപ്രാവശ്യം പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നല്ല രീതിയിൽ തന്നെ പഠിക്കാം. നമുക്ക് എന്തായാലും ഒരു 75 മേലെ എന്ന് പറയുമ്പോൾ 80 മേലെ മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ പഠിച്ചു വരിക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ പറയും പോലെ നവംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തുണ്ടാവും, എക്സാമിനേഷൻ, LDCയുടെ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് നമുക്കൊരു 6 മാസം ഗ്യാപ്പ് കിട്ടുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് സിലബസ് എല്ലാം കവർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിനേഷൻസ് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്തായാലും എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ നമ്പർ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, 9996169272. ഈ നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കേണ്ട, പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസികളുടെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കട്ട് ഓഫുകളും വേക്കൻസികളും വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ത് തന്നെ ആയാലും നമ്മുടെ തിരുവനന്തപുരം, അതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിലൊക്കെ എന്ത് കൂടുതലായിരിക്കും, വേക്കൻസികൾ കൂടുതലായിരിക്കും. അപ്പോൾ ജില്ലകളുടെ വലിപ്പം അനുസരിച്ച് ഒന്നുകൂടി പറയുകയാണ്, ജില്ലകളുടെ വലിപ്പവും ജില്ലയ്ക്കകത്തുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം അനുസരിച്ച് ഈ പറയുന്ന പോലെ തന്നെ LDCയുടെ വേക്കൻസികളിലും വ്യത്യാസം ഉണ്ടാവും. ആ വേക്കൻസികൾ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ജോലിയും കിട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏകദേശം ഒരു ഐഡിയ അതിനെക്കുറിച്ച് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും ഡിസംബറിൽ നമ്മുടെ ഈ പറയുന്ന പോലെ നവംബർ 30 വിജ്ഞാപനം ഉണ്ടാവും. നമ്മുടെ LGSന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസംബറിനാണ് വിജ്ഞാപനം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ LDCയുടെ എക്സാമിനേഷൻസിന്റെ വിജ്ഞാപനം ഉണ്ടാവുക ഡിസംബറിനാണ്. നിയമന സാധ്യത 8000 ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അപേക്ഷകർ 7 ലക്ഷത്തിലധികം കടന്നേക്കാം. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിന്റെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൽ നിന്ന് 2 ലക്ഷം പേര് കൺഫർമേഷൻ നൽകിയില്ല കേട്ടോ. അപ്പോൾ 2 ലക്ഷം പേര് കൺഫർമേഷൻ നൽകിയില്ല. 6,98,000 പേര് എന്ന് പറയുമ്പോൾ 7 ലക്ഷം അപേക്ഷകരിൽ നിന്ന് 4,95,000 പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. ഈ 4,95,000 പേര് കൺഫർമേഷൻ നൽകുന്നതിൽ തന്നെ 4,50,000 പേരാണ് പരീക്ഷ എഴുതാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിയമന ശുപാർശകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ LGSന്റെ നിയമന ശുപാർശ 400 ആയിരുന്നു, 440 കൊല്ലത്താണെങ്കിൽ 320, പത്തനംതിട്ട 180 കോട്ടയം ജില്ല, ആലപ്പുഴ കേസ് നോക്കിയാൽ 220 കോട്ടയത്ത് 245, ഇടുക്കിയിൽ 178, എറണാകുളം 387, തൃശ്ശൂര് 294, പാലക്കാട് 289, മലപ്പുറത്ത് 272, കോഴിക്കോട് 297, വയനാട് 123, കണ്ണൂരാണെങ്കിൽ 271, കാസർഗോഡ് 140. ആകെ മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 3630 പേർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന LGSന്റെ നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ വർഷമാണെങ്കിൽ അത് 8255 പോയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ നിയമന ശുപാർശ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8000. അപ്പോൾ അതിനനുസരിച്ചുള്ള വേക്കൻസികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2024 പരീക്ഷകൾ 2024 പകുതിയോടുകൂടി വരുന്നുണ്ട്. സിലബസ് സാമ്യം മെയിൻസിനോടാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ LGS LDC മെയിൻസിൻ്റെയൊക്കെ സിലബസ് തന്നെയാണ് ഇപ്രാവശ്യം ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകളും അല്ലാതെയൊക്കെ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകളിലേക്ക് PDF നോട്ടുകളും മെറ്റീരിയലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 200 രൂപയാണ് പേയ്മെന്റ്. അതിപ്പോൾ LGS ആണെങ്കിലും LDC ആണെങ്കിലും 200 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾ രണ്ടിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും.
അപ്പോൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, LDC 2024നെയും LGS 2024നെയും നമുക്ക് നേരിടാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ PSC ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ പരീക്ഷ എഴുതുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പുകളിലേക്ക് നവംബർ 30 മുന്നേ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിസംബർ 1 മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.